പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്താണ് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ളത്. ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവന്മാരെ പോലെ തന്നെ നരസിംഹമൂർത്തിക്കും വലിയ പ്രാധാന്യമുണ്ട്. തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്നിടത്തു ചെമ്പുമേഞ്ഞ ഉപക്ഷേത്രത്തിൽ പഞ്ചലോഹനിർമ്മിതമായ ഉഗ്രനരസിംഹ മൂർത്തി കുടികൊള്ളുന്നു. ശക്തിയും രൗദ്രവും ബോധ്യമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് ഇവിടെ അനുഭവസാക്ഷ്യമുണ്ട്. സ്വാതിതിരുനാൾ മഹാരാജാവിന്റെ സമയത്ത് ആറാട്ടുഘോഷയാത്രയ്ക്കിടയിൽ ഒരാനയെ ആരോ വിരട്ടി രാജാവിന്റെ നേർക്കു തിരിച്ചുവിട്ടു. തിരുമനസ്സു നിന്നിടത്തുതന്നെ നിന്നു നരസിംഹമൂർത്തിയെ ഭജിച്ചു. ഗജവീരൻ രാജാവിന്റെ മുന്നിലെത്തി മുട്ടുകുത്തി നിന്നു. പൊതുജനത്തിന്റെ മുന്നിൽ തിരുമനസ്സിനെ നരസിംഹത്തിന്റെ ഭാവത്തിലാണു കണ്ടത്. ആപത്തുകാലങ്ങളിൽ മുൻസൂചനയായി ക്ഷേത്രത്തിനുള്ളിൽ സിംഹത്തിന്റെ ഭയാനക ഗർജനം കേൾക്കാറുണ്ട്. രൗദ്രഭാവം കുറയ്ക്കുന്നതിനായി അന്നത്തെ കാലത്ത് ഒരു സന്യാസിവര്യൻ ചില ക്രിയകൾ ചെയ്യുമായിരുന്നു. നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കാനായി മൂർത്തിയുടെ വലതുഭാഗത്ത് ദിവസവും രാമായണ പാരായണവും നടത്തിവരുന്നുണ്ട്.